Hi family, welcome back. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് പരിപ്പ് പൊടി. ഇത് സൗത്ത് ഇന്ത്യൻ മെനുവിലുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിലൊരു മിക്സഡ് കൾച്ചറാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാം വെൽക്കം ചെയ്യും. അപ്പോൾ പലർക്കും ഒരു പിടിക്കാത്ത സാധനം ആയതുകൊണ്ട് ഞാനിത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പരിപ്പ് പൊടി നമുക്ക് വളരെ ഈസി പീസായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എല്ലാം വർക്ക് ഫ്രം ഹോമിൻ്റെ കാലഘട്ടമല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കി വെച്ച് തന്നെ കഴിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, ഒന്നും ഉണ്ടാക്കണ്ട, ഓൾറെഡി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇത് ട്രൈ ചെയ്യാം. ഇനി അതുമല്ല, വെറുതെ വീട്ടിലൊന്നിരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറുണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പം ഞാനൊന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്താലും ഇതിനകത്ത് കുറച്ച് ടിപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെ ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന അവിടെ മെനുവിൽ ഇത് കമ്പൽസറി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റത്തിനാണ് നമ്മളത് കാണാൻ പോകുന്നത്. അപ്പോൾ പരിപ്പ് പൊടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും വേണ്ട ഒരു ഐറ്റമാണ് പരിപ്പ്, അതായത് തൂർദാൽ അല്ലെങ്കിൽ തോരപ്പരിപ്പ്. ഇത് നമ്മൾ അൺപോളിഷ്ഡ് ആണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്, അതാണ് കുറച്ചുകൂടെ ഹെൽത്തി. അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് 250 ml ഒരു കപ്പാണ്. അപ്പോൾ ഈ കപ്പ് നിറയെ ഓക്കെ. ഈ ഒരു പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രപ്പോർഷൻ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് 250 ml ഒരു കപ്പിൽ നമ്മൾ തൂർദാൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സ്പൈസിനെസ് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാനൊരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളക് നല്ല എരിവുള്ള ഉണക്കമുളകാണ്. എല്ലാവരും ഇത് എരിവനുസരിച്ച് ചേർക്കുക. അപ്പം നമുക്ക് ഏകദേശം 1 കപ്പ് ടംബ്ലർ തൂർദാലിന് നമുക്ക് ഒരു 10-12 എണ്ണം വരെ ആവാം. നമ്മൾ എന്തായാലും ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് തൂർദാൽ, റെഡ് ചില്ലി. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം, 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടത് പെപ്പർ കോൺസ്, അതായത് മുഴുവനേ ഉള്ള കുരുമുളകാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് അവൈലബിൾ അല്ല, അതുകൊണ്ട് പൊടിച്ചിരിക്കുന്നതും ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, 4 വെളുത്തുള്ളി മാത്രം മതി ഇത്. പിന്നെ വേണ്ടത് നമ്മുടെ 4 കരിവേപ്പില. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. പരിപ്പിൻ്റെ അതേ അളവ് തന്നെ വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, പലർക്കും അറിയില്ല, ഇത് പൊട്ടുകടലയാണിത്. ഇതും നമുക്ക് പരിപ്പിൻ്റെ അതേ അളവാണ്, 1:1 അളവിൽ വേണ്ട സാധനമാണ് പൊട്ടുകടല. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തമിഴ്നാട് വിഭവമാണ്. തമിഴ്നാട് മാത്രമല്ല ആന്ധ്രാപ്രദേശും ഉള്ളൊരു വിഭവമാണ്. അപ്പോൾ അത്തരം ഐറ്റംസ് ഉണ്ടാക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൽ ഓയിൽ, പല റെസിപ്പീസും നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യും. ഓയിൽ കമ്പൽസറി ആയിട്ടും യൂസ് ചെയ്യേണ്ടതാണ് ജിഞ്ചലി ഓയിൽ. അപ്പം ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ അത് കൊടുക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നിസ്സാരമാണെന്ന്, പക്ഷേ നല്ലെണ്ണ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം നല്ലെണ്ണ നമുക്ക് കമ്പൽസറി ആയിട്ടും ഇതിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അതേപോലെ നമ്മൾ പൊടിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി തുടർന്നും ഇടയ്ക്കൊക്കെ ഓരോ പൊടി റെസിപ്പീസ് ഇതേപോലെ ഇടാം. അപ്പം ആ പൊടി റെസിപ്പീസിലൊക്കെ ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും ഇതിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. സാധാരണ ഉപ്പിട്ട് പൊടിച്ചാൽ ആ ഒരു ടേസ്റ്റ് ആണ്. പക്ഷേ എല്ലാവരും ഇത് പണ്ടൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴാണല്ലോ നമുക്ക് ഈ ഫ്രീ ഫ്ലോ സോൾട്ടൊക്കെ വന്നത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ട സാധനമാണ് കല്ലുപ്പ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ടിപ്പ്. ഇത് രണ്ടും മാറ്റിയാൽ ടേസ്റ്റ് മാറും. നമ്മൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇതാണ് ഇവിടെ ഓടുന്നത്. ഓക്കെ. പിന്നെ ഗാർലിക് പ്യോർലി ഓപ്ഷണലാണ്. ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, സ്മെല്ല് ഇഷ്ടമുണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ഗാർലിക് കമ്പൽസറിയാണ്. പിന്നെ അത് നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ഒന്നത് പരിപ്പാണല്ലോ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാനും നമുക്ക് നല്ലൊരു അരോമ, ഇവിടെ നല്ലൊരു അരോമ എല്ലാവർക്കും ഇഷ്ടമാണ് ഗാർലിക്കിൻ്റെ. അതുകൊണ്ട് ഗാർലിക് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ നല്ല ചൂട് കട്ടിയുള്ള നല്ലൊരു കട്ടിപ്പാത്രം, ചീനച്ചട്ടി, കടായി അങ്ങനെ എന്തെങ്കിലും ഓക്കെ അതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രം ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടേക്കാം. ത്രൂ ഔട്ട് മീഡിയം ഫ്ലെയിമാണ്. അതിനുശേഷം നമ്മൾ
ഈ 250 ml പരിപ്പിട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടോ വേണം. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇത് ലൈറ്റ് റെഡിഷ് കളർ വരും, അതുവരെ നമ്മളിത് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ റെഡ് ആയിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ് ചില്ലി എല്ലാം കൂടെ എടുത്തിടുക. എടുത്തിടാം. പിന്നെ ജീരകം ഇട്ടേ. അതല്ല, ജീരകം ലിസ്റ്റിംഗ്. ജീരകമൊക്കെ ഇട്ടു. ഫുള്ളിടും മോനെ ജീരകം. ജീരകവും ചേർക്കുക. ഇവിടെ ഒരാൾ പൊട്ടുകടലയുടെ കഴിക്കലിലാണ്. മൃണാലിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടുകടല. എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും അവളത് പകുതിയാക്കി തരും. ഒരുമിച്ചല്ല കേട്ടോ ഇടേണ്ടത്. തോരമ്പരിപ്പ് പൊട്ടുകടല ഒരുമിച്ചല്ല ഇടേണ്ടത്. നമുക്ക് നമ്മുടെ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിന്നമ്മ ചെയ്തോളാം. കരിവേപ്പില നമ്മുടെ ഈ മിക്സ്ചറിൻ്റെ അകത്തൊക്കെ കാണത്തില്ല, നല്ല ഫുള്ളിട്. നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കില്ലേ, അങ്ങനെ കിടക്കണം ഇതിനകത്ത്. ഈ ജീരകം വേണ്ട, അതിടണ്ട. ജീരകം ഫുള്ള് മൃണാലിന് ഇട്ടിട്ടില്ല. സോ ഞാൻ ജീരകവും കുരുമുളകും അതിട്ടുണ്ട. ഓക്കെ, പൊള്ളിക്കണ്ട, പൊള്ളാണ്ട് സൂക്ഷിക്കണം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മൃണാലി ഒരു കോലിട്ടിട്ടുണ്ട് കരിവേപ്പില. ഓക്കെ, ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടണം. അത് മിന്നുന് തരാൻ ഭയങ്കര മടിയാണ്. അവളുടെ ഫേവറേറ്റ് ഐറ്റം അത്. ഇത്തിരി അവള് ആക്ച്വലി അത് ഫുള്ളിടണം കേട്ടോ. മൃണാലിനി സമ്മതിക്കൂല അത് ഫുള്ളിടാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഓരോ പൊടികളൊക്കെ ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ചോറ് മാത്രം വെച്ചാലും നമുക്കിത് നല്ല നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ കൂട്ടിയിട്ട് ഈ പൊടി അങ്ങോട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കേരള ക്യുസീനിൽ കണ്ടിട്ടില്ലാത്ത ഒരു ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഡ്രൈ പൊടിയല്ലേ, ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പല ഗുണങ്ങൾ. ഇതേപോലെ ചോറിന് കൊടുക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാതെ, ഒട്ടും തന്നെ ന്യൂട്രീഷൻ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇത് നെയ്യുടെ കൂട്ടൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ നെയ്യുടെ ഗുണമായി പരിപ്പിൻ്റെ ഗുണമായി, അങ്ങനെ ഒരു ഗുണമുണ്ട്. കുറച്ച് നല്ലെണ്ണ നമ്മളിനി കുഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്ര മതിയാവും. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണ ഇത്തിരി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക്, ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ 4 വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുക. ഓ എന്താ കണ്ണാ, ഇത് കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. എണ്ണയോട് കൂടി ഒഴിക്കണ്ട. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ ആറാൻ വെച്ചിരുന്നില്ല നേരത്തെ റോസ്റ്റ് ചെയ്ത്, ഇതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് വെക്കാം. നല്ലൊരു സ്മെല്ലാട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സ്മെല്ല് തന്നെ. ഇപ്പം നമ്മുടെ വറുത്ത് വെച്ച പരിപ്പും മറ്റു ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇത് ആറാൻ വെച്ചിരുന്നതാണ്. ഇത് നല്ലോണം ആറിയിട്ടുണ്ട്. ഇനി സംശയമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ ഡ്രൈഡ് ചില്ലി. ഇത് നല്ലോണം റോസ്റ്റ് ആയെന്ന് അറിയണമെങ്കിൽ ഇതേ നോക്കി നമ്മൾ പൊട്ടിച്ച് വെക്കുമ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് പൊട്ടി വന്നു. അതേപോലെ തന്നെ നമ്മുടെ കരിവേപ്പില കണ്ട, ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. കല്ലുപ്പും കായും കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കും. ഈ പൊടിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. റെഡി ആയിരിക്കണേ. നമ്മുടെ പരിപ്പ് പൊടി ഞാൻ നല്ല ഫൈനായിട്ട് ഉപ്പും കായും കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് കല്ലുപ്പേ
പൊടിച്ച് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പൊടി അങ്ങോട്ട് വെതറിയിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.